നന്ദഗോവിന്ദം ഭജൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭജന സംഘമാണ്. അവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ അവരെ പിന്തുണച്ച് നാം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി അദ്ദേഹം എല്ലാം പറയുകയാണ്, അങ്ങനെ പ്രശ്നങ്ങളില്ല, കേരളം സുന്ദരമാണ്, ആ സുന്ദരമായ നാട്ടിനെ നമ്മൾ വർഗീയവൽക്കരിക്കുന്നു എന്നാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വിവാദങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി പോലും പറഞ്ഞു നിൽക്കുന്നത്. അതിൽ വാസ്തവമുണ്ടോ? നമ്മൾ ഒരു സത്യം പറഞ്ഞപ്പോൾ ആ സത്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. കാരണം നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തി മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം മുമ്പ് കാലത്ത് മുഗളന്മാരുടെ ഭരണകാലത്ത് ഈ മുഗൾ ഭരണാധികാരികളുടെ ഈ യാതനകളും ക്രൂരതകളും സഹിക്കാൻ കഴിയാതെ അന്ന് ഹിന്ദുക്കൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ ഈശ്വരഭജനമായ ജനങ്ങൾ കൂടി ആ കാലഘട്ടത്തിലാണ് ഈ ഭക്തിപ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ സാഹിത്യകൃതിയിൽ ഉണ്ടാകുന്നത്. അതായത് ഈശ്വരനെ പൂജിച്ച് പാട്ടും പാടി എല്ലാം ഈശ്വരനെ അർപ്പിച്ച് നമുക്ക് ഇനി ഈശ്വരനെ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്രസിഡന്റായിട്ടുള്ള നമ്മളെ തുളസിദാസ് അടക്കമുള്ള രാമരാമാനസേന തുളസിദാസ് അടക്കമുള്ള ആളുകളും പിന്നീട് നമുക്ക് ഇവിടെ തുഞ്ചത്താചാര്യൻ്റെ ആത്മരാമായണമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഏതാണ്ട് അതിന് സമമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൽ ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവത, ആ ഹൈന്ദവതയുടെ ഒരു പുനരുജ്ജീവനത്തിന് ഈ നന്ദഗോവിന്ദ ഭജൻസ് വലിയൊരു ശ്രമമാണ് നടത്തുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാം. നമ്മളതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും സ്പർദ്ധയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കലല്ല വേണ്ടത്. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സനാതന ധർമ്മവും ഹൈന്ദവ സംസ്കാരവും നേരിടുന്ന ചില ഭീഷണികളാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മറ്റ് ചില മതസംഘടനകളും വലിയ തോതിൽ എതിർപ്പ് രേഖപ്പെടുത്തും. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ ഈ PK ശ്രീമതി അടക്കമുള്ള ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ അപമാനിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ആണുങ്ങളെ വളയ്ക്കാനാണ് ഈ കുളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ നടത്തിയ ഒരു സ്ഥലമാണ്. ശരീരം കാണാനും കാണിക്കാനുമാണ് പോകുന്നത്. ഇവർ ശരീരം കാണിക്കാൻ പോകുന്നു, ശരീരം കാണാനായിട്ട് ആണുങ്ങൾ അമ്പലത്തിൽ പോകുന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ ഇത് ആരെ പ്രതിപ്പെടുത്താനായിരുന്നു? ഇവിടെയുള്ള ഒരു കൂട്ടം ഈ വർഗീയവാദികളായിട്ടുള്ള ആളുകളെ അവരെ സൂചിപ്പിക്കാനും അവരുടെ വോട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞ പെടാപ്പാടുകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ക്ഷേത്ര ഉത്സവങ്ങൾ CPM കയ്യേറി. നമ്മൾ കണ്ടതാണ് പല അമ്പലങ്ങളിലും ഈ വൃത്തികെട്ട പാട്ടുകൾ, ഡാൻസുകൾ, ഇങ്ങനെയുള്ള സംഭവം വരികയും ക്ഷേത്ര കലയ്ക്കുള്ള സ്ഥാനം ക്ഷേത്രങ്ങളിൽ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്തരം കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യവും കൂടി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട്. ആകെ ഇതുപോലെ ഓണം പോലുള്ള സമയത്താണ് അവർ കിട്ടുന്നത്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ CPM ഭരണം വന്നതോടുകൂടി ഉപദേശങ്ങളിൽ അവർ കൈയടക്കുകയും ക്ഷേത്ര സമിതികളിൽ ഇടിച്ചു കയറുകയും ചെയ്തതോടുകൂടി അവിടെയും ഈ പറഞ്ഞ ചെകുവേര എന്നൊക്കെ പറയുന്ന കഞ്ചാവിൻ്റെ കേന്ദ്രമായിട്ട് അത് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു നാശം സാംസ്കാരികമായിട്ട് അനുഭവിച്ചിരുന്ന സമയത്താണ് ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ഭജന ആലപിക്കുന്നതിൽ കൂടി ജനമനസ്സ് കവർന്നു വന്നെന്നുള്ളതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരുടെ ഒരു ഉദ്യമത്തെ നമ്മൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഒപ്പം ഹിന്ദുക്കളെ നമ്മളൊന്ന് എന്ത് ചെയ്തു, അവരോടും നമ്മളൊന്ന് അഭ്യർത്ഥന അധികൃതർ നടത്തിയത് ആ വീഡിയോയിൽ കൂടി. കാരണം നിങ്ങൾ ഇത് സംഭവം കാണണം, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഇവരെയും കൂടി ഉൾക്കൊള്ളിക്കണം. കാരണം ഒന്നെന്ന് പറയുന്നത് ആത്മീയമായി നമുക്കൊരു ഉണർവതിലുണ്ടാവും ഈ ഭജന കേൾക്കുന്നതിൽ കൂടി. രണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു മനഃശാന്തിയാണ്. ഇന്ന് മനുഷ്യന് ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ മനഃശാന്തിയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസ്വസ്ഥതയാണ് പലതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിലൊക്കെ അസ്വസ്ഥയുള്ള സമയമാണ്. അല്ല, അതാണ് ഈ സീക്രട്ട് ഏജന്റ് അടക്കമുള്ള ചില യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നവരുണ്ട്. അവർ തുടർച്ചയായി തന്നെ ഇത്തരം ഹിന്ദു ആചാരങ്ങളെ വിമർശിക്കുക, ഇത്തരം ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ അധിക്ഷേപിക്കുക, ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, യൂട്യൂബിലുള്ള കുറേ ആളുകൾ, ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റുള്ള ആളുകളൊക്കെ ഇവരെയൊക്കെ ഫണ്ട് ചെയ്യുന്ന ജിഹാദികളുണ്ടാവും. അപ്പോൾ അവരാണ് ഈ പറഞ്ഞ വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അറിയപ്പെടുന്ന ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള രീതിയിൽ വീഡിയോകൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. ഈ പേര് കൊണ്ട് ചിലപ്പോൾ അവർ ഹിന്ദു നാമധാരി ആണെങ്കിൽ പോലും പണത്തിനോട് അവരെ ഒന്നാമത്തെ പ്രതിപത്തി, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. പക്ഷേ അപകടം അവർ മനസ്സിലാക്കുന്ന അവരുടെ വൈകിട്ടായിരിക്കും. നമുക്കതിനെ കാത്തിരിക്കാൻ കഴിയില്ലല്ലോ. ഇനിയുള്ള തലമുറ, കേരളത്തിൽ ഇനി ജീവിക്കുന്ന തലമുറയ്ക്കും ഈ പറഞ്ഞതുപോലെ അവൻ്റെ സംസ്കാരത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം.
ആ ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും ലളിതമാർഗം അല്ലെ, ഇവരുടെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം റെജി ലൂക്കോസ് എന്ന് പറയുന്ന CPM നേതാവ് രാത്രി ചർച്ചയിൽ പങ്കെടുക്കുന്നു, രാവിലെ BJP-യിലേക്ക് പോകുന്നു. ഇതാണ് ഒരു സാഹചര്യം. നിങ്ങൾക്ക് എത്ര കാലം ഒരു അരാജകവാദിയായിട്ട് ജീവിക്കാൻ കഴിയുമെന്നൊരു വലിയൊരു ചോദ്യമാണ്. അതായത് ഈ എത്ര നമ്മൾ അരാജകവാദം കാണിച്ചു കഴിഞ്ഞാലും അവസാനം മനസ്സിൽ ഒരു നിരാശ ഉണ്ടാവുകയും എനിക്കിവിടെ നിന്നും എന്താണ് ഈ പറഞ്ഞതുപോലെ ശാന്തി കിട്ടുന്നില്ല, ശാന്തി അന്വേഷിച്ച മനുഷ്യൻ അവസാനം വരുന്നത് ഭഗവത്പാദങ്ങളിൽ തന്നെയായിരിക്കും. അതിന് തർക്കമൊന്നുമില്ല. നിങ്ങളൊരു ഭജന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ശാന്തിയാണ്, ആത്മീയമായ ഒരു ശാന്തിയാണ്. ആ ശാന്തിയിൽ നിങ്ങൾ കേൾക്കാത്തവരാണോ വിമർശിക്കുന്നത്? അല്ലേ, തീർച്ചയായിട്ടും ഇതൊന്നും ആരും കേൾക്കുന്നില്ലല്ലോ. ഇവരെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയപരമായ ആരോപണമാണിത്. കാരണം നമ്മൾ അന്നും പറഞ്ഞിരുന്നു, ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് സംഘപരിവാർ ഇറക്കിവിട്ട അവരെ ട്രൂപ്പാണ്, സംഘപരിവാരം ട്രൂപ്പാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എത്ര വിഡ്ഢിത്തമാണെന്നുള്ളതാണ്. ഇവർ മാത്രമല്ല, വേറെയും ഭജന സംഘമുണ്ട്. മീര എന്ന് പറഞ്ഞിട്ട് ഒരു മീര ടീച്ചറിൻ്റെ ഒരു ഭജന സംഘമുണ്ട്. രണ്ടുപേരേ ഉള്ളൂ, 2 സഹോദരിമാരാണ്. അവർക്കും ധാരാളം സ്റ്റേജുകൾ സംഭവം കിട്ടുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം. പക്ഷേ ഇവരുടെ ഒരു സംഘത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. 14 പേരുണ്ട്. പിന്നെ വളരെ നല്ല മനോഹരമായി എന്ത് ചെയ്യുന്നു, ഒരു ഇൻട്രാക്റ്റീവ് ഭജനയാണ്. കാരണം കാണികളെയും കൂടി അവരിൽ ഈ പാട്ടിൻ്റെ ഭാഗം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ കൂടി കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഭജന മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ജനം കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനം കൂടുന്നു. ഇവർ അലോസരപ്പെടുന്നതാണ്. നിങ്ങളൊരു പരിപാടി വെച്ച് ഒരു ഉത്സവത്തിന് 10 ആൾ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥത, ഒരു ഭജന കേൾക്കാൻ 10 പേര് കൂടിക്കഴിഞ്ഞാൽ അസ്വസ്ഥത. ഇതിനെ നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ചൊറിച്ചിലെന്ന് പറയും. അതായത് ഹൈന്ദവൻ എവിടെയെങ്കിലും ഒരുമിച്ചാലും അവൻ നന്നാവണം കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടല്ലോ. ആ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഫണ്ട് കൈപ്പറ്റി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ. ഇവരാണ് ശരിക്കും ഭിന്നിപ്പുണ്ടാക്കുന്നത്, നമ്മളല്ല. നമ്മളെനിക്ക് അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സമൂഹവും വളരെ സാഹോദര്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ്. ആ സാഹോദര്യം അട്ടിമറിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനത്ത് ഈ പറഞ്ഞുള്ള ചില സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ചില കൃമികളും കൂടി ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇത്തരം കൃമികളെ തിരിച്ചറിയേണ്ട ജനങ്ങളാണ്, നമ്മളല്ല. അത് അവർ തന്നെ മറുപടി കൊടുത്തോളൂ. ഇനി ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുകയാണ് ഇങ്ങനെയാണ് ഈ നന്ദഗോവിന്ദം ചെയ്യുന്നത്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്പർദ്ധ ഉണ്ട്. അവരെന്ത് സ്പർദ്ധ ചെയ്യുന്നത്? അവർ കുറച്ച് കീർത്തനം പാടുന്നു, അവരൊഴിച്ച് പോകുന്നു. അല്ല, അവരവിടെ പ്രസംഗിക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ വാളെടുത്ത് BJP വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് സമുദായങ്ങളെ അടിച്ചു ഓടിക്കണമെന്ന് അവർ പറയുന്നുണ്ട്? ഒരിക്കലും ഇല്ലല്ലോ. നമ്മുടെ മറ്റ് സമുദായങ്ങളെയൊക്കെ ഈ മതസമ്മേളനങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ എല്ലാം കൊലവിളി പ്രസംഗങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ കാഫിറുകളെ തിരിഞ്ഞു നോക്കരുത്, അവനെ സഹായിക്കരുത്, അവന് വെള്ളം കൊടുക്കരുതെന്നൊക്കെയാണ് പബ്ലിക്കായിട്ട് മൈക്ക് കെട്ടി വിളിച്ച് പറയുന്നത്. അതൊന്നും അവർ പറയുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവൻ്റെ കാലിനിടയിലെ മണ്ണ് ഒലിച്ചു പോകും. അല്ല, അത് നാം രാഷ്ട്രീയ പാർട്ടികളിലും ചില ബുദ്ധിജീവികളിലും ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരിൽ കാണുന്നതാണ്. ഈ നവോത്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് ഹിന്ദുക്കളിലാണ്. മറ്റ് 2 മതങ്ങൾക്കും ഇനി നവോത്ഥാനം ആവശ്യമില്ല, അവരെല്ലാം തികഞ്ഞതാണ്. അതെ, ആർക്കും ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ നവോത്ഥാനം എന്നുള്ള പേര് പറഞ്ഞിട്ട് ഹിന്ദുവിനെ ഈ പറഞ്ഞ അഹൈന്ദവനാക്കി മാറ്റിക്കളഞ്ഞു. ഒരു ഹിന്ദുവിനുണ്ടാകുന്ന ചില ക്വാളിറ്റീസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു. എന്നിട്ട് അവനെ ഇപ്പം മതേതരനാക്കി മാറ്റിയിരിക്കുകയാണ്. മതേതരൻ ഇപ്പോൾ ഒരു പരിഹാസവാക്കാണ് മലയാളികളെ സംബന്ധിച്ചിട്ട്. കാരണം നിങ്ങളുടെ പരമ്പരയെ, നിങ്ങളുടെ പൈതൃകത്തെ, നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ മതേതരനായി. അങ്ങനെയുള്ള ഹിന്ദുവിനെ മാത്രമേ മറ്റുള്ളവർ അംഗീകരിക്കൂ. എന്നാൽ ഇവൻ തന്നെ അപ്പുറത്ത് 5 നേരം നിസ്കരിക്കുന്നവനെയും ഞായറാഴ്ച കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളെങ്കിൽ അവർ അംഗീകരിക്കുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ മതേതരം അവർ അപ്ലൈ ചെയ്യുന്നില്ല. ഇതൊരു ഇരട്ടത്താപ്പാണ്. കാരണം മതനിരാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രത്യേക ഹിന്ദുക്കളിൽ മതനിരാസം ഉണ്ടാക്കുക, അവനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റുക, മറ്റുള്ളവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരുക. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ആ പ്രവൃത്തിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവരാണ് ഈ പറഞ്ഞ ശ്രീകണ്ഠനെ പോലുള്ള ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അറിയപ്പെടുന്ന കൃമികൾ. ആ കൃമികളെ സമൂഹമാണ് തിരിച്ചറിയേണ്ടത്. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റിനൈസൻസിൻ്റെ, ഞാനതിനെ നവോത്ഥാനം എന്ന് പറയുള്ളൂ, ഒരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇവരുടെ ഈ ഭജന സംഘം. ഇനിയും ഇതുപോലുള്ള ചെറുപ്പക്കാരുടെ ഭജന സംഘം ഉണ്ടെന്ന് വരട്ടെ. ഈ ആളുകൾക്ക് മാനസിക ഉല്ലാസത്തോടൊപ്പം തന്നെ അവർക്ക് ആത്മീയമായ ശാന്തി കിട്ടാനും അതോടൊപ്പം തന്നെ ഒരു ഹൈന്ദവതയുടെ ഒരു ഉണർവിനും ഇത് കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.